ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഷൈന ലിജോ, പത്തനാപുരം പിടവൂർ വില്ലേജിൽ നിന്ന്. വിജയശ്രീ 99.79%. 79,901 വിദ്യാർത്ഥികളിൽ 79,730 പേർക്ക് ഉപരിപഠന യോഗ്യത. 11,974 പേർക്ക് എല്ലാ വിഷയത്തിലും A+. SSLCയിൽ പെൺകുട്ടികളുടെ ആധിപത്യം. പതിവ് തെറ്റിച്ചില്ല. ഇത്തവണ SSLC പരീക്ഷയിൽ ജില്ലാ മേധാവിത്വം തുടർന്നു. 99.79% വിജയം. കഴിഞ്ഞ വർഷം 99.82% 2022 99.32%. ഇത്തവണ പരീക്ഷ എഴുതിയ 79,901 വിദ്യാർത്ഥികളിൽ 79,730 പേരും ഉപരിപഠനത്തിന് യോഗ്യത നേടി. 40,844 ആൺകുട്ടികളും 38,886 പെൺകുട്ടികളുമാണ് വിജയിച്ചത്. എയർ ഇന്ത്യ മിന്നൽ പണിമുടക്ക്. വിമാനങ്ങൾ റദ്ദാക്കി, യാത്രക്കാർ പെരുവഴി. 300ഓളം ജീവനക്കാർ രോഗാവധി നൽകി പണിമുടക്കി. കുടുങ്ങിയവരിൽ ഏറെയും ഗൾഫ് യാത്രക്കാർ. പകരം സംവിധാനമൊരുക്കുന്നത് എയർ ഇന്ത്യ. വ്യക്തതയില്ലെന്ന് യാത്രക്കാർ. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ തൊഴിലാളി ദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് ജീവനക്കാർ പണിമുടക്കിയതോടെ ചൊവ്വാഴ്ച രാത്രി മുതൽ വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കി. സേവന വേതന വ്യവസ്ഥയിൽ വന്ന മാറ്റങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു പണിമുടക്ക്. കേരളത്തിലേക്കും തിരിച്ചുമുള്ള നിരവധി ഗൾഫ് സർവീസുകൾ ഉൾപ്പെടെ 90-ലേറെ ആഭ്യന്തര വിദേശ വിമാനങ്ങൾ മുടങ്ങിയതോടെ ആയിരക്കണക്കിന് യാത്രക്കാർ പെരുവഴിയിലായി. ബിലീവേഴ്സ് സഭ അധ്യക്ഷൻ അന്തരിച്ചു. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ ഡോക്ടർ മോർ അത്തനേഷ്യസ് യോഹാൻ പ്രഥമൻ, മെത്രോപൊലീത്ത ബിഷപ്പ് KP യോഹന്നാൻ 74 വയസ്സ്, അമേരിക്കയിൽ അന്തരിച്ചു. ചൊവ്വാഴ്ച ടെക്സാസിലെ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് കാമ്പസിൽ നിന്ന് പ്രഭാത സവാരിക്കായി റോഡിലേക്ക് ഇറങ്ങുന്നതിനിടെ കാറിടിച്ച് ഗുരുതര പരിക്കേറ്റ് ഡലാസിലെ മെത്തഡിസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സംഗീത് ശിവൻ അന്തരിച്ചു. പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായ സംഗീത് ശിവൻ 65 വയസ്സ്, അന്തരിച്ചു. ശ്വാസതടസ്സത്തെ തുടർന്ന് മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ബുധൻ വൈകിട്ട് 4-ഓടെ ഹൃദയാഘാതം മൂലമാണ് അന്ത്യം. സംസ്കാരം വ്യാഴം വൈകിട്ട് 4-ന് മുംബൈയിൽ. നന്ദി, നമസ്കാരം.